അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസികൾ വീണ്ടും ഓർമ്മിക്കുന്നുണ്ടോ. സൗദി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട്, മോസസ് ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടിലെ ഡ്രൈവറായിട്ട് കദ്ദാം, അങ്ങനെ പല ജോലി ചെയ്യുന്നവരുണ്ട്. അതായത് സ്പോൺസർമാരെ കമ്പനിക്കാരൊക്കെ നിങ്ങളെ എക്സിറ്റ് അടിച്ചാൽ കറക്റ്റ് സമയത്ത് കയറി പോവുക, ഇക്കാമത്തിന് മുമ്പായിട്ട് കയറി പോവുക, അത് ഡേറ്റ് കാണിക്കും, ഇക്കാമ കയറി പോകേണ്ട കാലാവധി. അവർ പല കാരണം കൊണ്ടായിരിക്കും നിങ്ങളെ എക്സിറ്റ് അടിക്കുന്നത്. ചിലപ്പോൾ ആ കമ്പനിയോ മോസസോ ഒക്കെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും. കാരണം അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒക്കെ ഒഴിവാകും, നിങ്ങളെ ലേബറായി ഇവിടെ വെച്ച് തുടരുന്ന സ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ. ചിലപ്പോൾ ഇങ്ങോട്ട് പറയും, പിന്നെ നീ ഒരു സ്പോൺസർഷിപ്പ് മാറിക്കോ, ഇത്ര ദിവസം കൊണ്ട് മാറണമെന്ന് പറയും. നിങ്ങളെ മാറാതിരിക്കും. അങ്ങനെ മാറാതിരുന്നാൽ ചിലപ്പോൾ അവർ ഉറൂബിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ ആ മോശമൊക്കെ ക്യാൻസലൊക്കെ ആക്കും. പിന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റാത്ത അവസ്ഥയിലേ മാറും. അവർക്കിപ്പം നിങ്ങളെ ഇവിടെ ജോലി തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്കുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പലതും ഒഴിവാകും. അവർക്ക് ചിലപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയവരാവാം, അങ്ങനെയും ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് കയറി പോവുക. നിങ്ങൾ പോവാതിരുന്നാൽ, നിങ്ങൾ പോവേണ്ട കാലാവധി കഴിഞ്ഞ് നിങ്ങൾ കാമി എക്സ്പയർ അവിടെ തുടർന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല. അത് വിചാരിച്ച് ഇങ്ങോട്ട് നിൽക്കണ്ട, അവരെ സമ്മതമില്ലാതെ. പിന്നെ മാറണമെങ്കിൽ അവർ 1000 രൂപ ഫൈൻ അടച്ച്, പിന്നെ നിങ്ങൾ ഇക്കാമ തീർത്തണമെങ്കിൽ ഇക്കാമ പുതുക്കി അവരെ സമ്മതത്തോടെ ഇരുന്ന് കഫാല മാറാനും മറ്റും ഇവിടെ തുടരാനും പറ്റുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അവർ പുതുക്കി തരില്ല, അത് ക്യാൻസലാക്കി തരില്ലെങ്കിൽ പിന്നെ അത് എക്സിറ്റ് അടിക്കണം. അതിന് നല്ല ചിലവുണ്ട്. 1000 റിയാൽ മുടക്കി ബാങ്കിൽ നിന്ന് ചെക്ക് എടുത്ത് അതിൻ്റെ ഫൈൻ അടച്ച് അങ്ങനെയാണ് പിന്നെ അത് എക്സിറ്റ് അടിക്കൽ. ഒരാൾ എക്സിറ്റ് അടിച്ചിട്ട് സ്പോൺസറോ മറ്റോ എക്സിറ്റ് അടിച്ച് പോവാതിരുന്നാൽ, പോവേണ്ട കാലാവധി കഴിഞ്ഞാൽ, കാമ്യം എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ 1000 റിയാൽ ഫൈൻ അടക്കണം. അത് ബാങ്കിൽ നിന്ന് ചെക്ക് എടുത്തിട്ടാണ് ഫൈൻ അടക്കുക. പിന്നെ എക്സിറ്റൊക്കെ അടിക്കണം. അങ്ങനെ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് കയറി പോവുക. അല്ലാതെ ഇവിടെ തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.